കാണാനുള്ള ഒരു എളുപ്പവഴി നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 5 ഉള്ള സംഖ്യയാണെങ്കിൽ 5ൻ്റെ സ്ക്വയർ എഴുതും ആദ്യം 25. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയുള്ള സംഖ്യ ഏതാ 3 തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക 12 1225. ഇവിടെ 5ൻ്റെ സ്ക്വയർ എഴുതുക 25. പിന്നെ ഇവിടെയുള്ള സംഖ്യ 7ആണ്. 7ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യ 7 8 56 7625. ഇവിടെ 5ൻ്റെ സ്ക്വയർ എഴുതുക 25. 5ൻ്റെ സ്ക്വയർ പിന്നെയുള്ള സംഖ്യ ഏതെവിടെ ഏതാ 2. 2ൻ്റെ കൂടെ അടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചെഴുതുക 2 3 6 25ൻ്റെ സ്ക്വയർ 625. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നതിൻ്റെ സ്ക്വയർ അങ്ങനെ ചെയ്യാൻ പറ്റും. 5 ഇവിടെ 5ൻ്റെ സ്ക്വയർ എഴുതുക 25. ഇവിടെ പിന്നെ ഉള്ളത് 9ആണ്. 5 9 9 തൊട്ടടുത്ത സംഖ്യയും കൂടെ ഗുണിച്ചെവിടെ എഴുതുക 9ഉം 10 കൂടെ ഗുണിച്ചാൽ 90. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി വേറെ ഒറ്റയുടെ സ്ഥാനത്ത് 5 അല്ലാതെ വരുന്നത് നോക്കാം. 26ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ എഴുതുക 36. ഈ 6ൻ്റെ സ്ക്വയർ എഴുതുക. 2ൻ്റെ സ്ക്വയർ എഴുതുക 4. പിന്നെ ഇത് 3ഉം കൂടി ഉണ്ട് 2ഉം 6ഉം 2ഉം കൂടെ അതായത് 2 2 4 6 24. എന്നിട്ട് ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി 676. ഇവിടെ 6ൻ്റെ സ്ക്വയർ എഴുതുക 36. പിന്നെ 2ൻ്റെ സ്ക്വയർ എഴുതുക 4. പിന്നെ ഇത് 3ഉം കൂടി ഇൻറ്റു 2 2 6 ഇൻറ്റു ചെയ്യുമ്പോൾ 24. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് കൂട്ടിയാൽ മതി. 28ൻ്റെ സ്ക്വയർ എഴുതുക. അതുപോലെ നമുക്ക് 8ൻ്റെ സ്ക്വയർ എത്ര 64. 8ൻ്റെ സ്ക്വയർ എഴുതുക. 2ൻ്റെ സ്ക്വയർ എഴുതുക 4. പിന്നെ ഇത് 3ഉം കൂടെ ഗുണിക്കുക 2 2 8 4 32. ഒറ്റയുടെ സ്ഥാനം വിട്ട് എഴുതിയിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് കിട്ടി 784. സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ 2ൻ്റെ സ്ക്വയർ എഴുതുക 4. 3ൻ്റെ സ്ക്വയർ എഴുതുക 9. ഇങ്ങനെ വരുമ്പോൾ 3 അക്കമാണെന്ന് നമുക്കറിയാം. 20ൻ്റെ സ്ക്വയർ 400. അപ്പം 3 അക്കമായതുകൊണ്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഇവിടെ 9 എഴുതുക 4 എഴുതുക 9 എഴുതുക ഒരു 0 ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് 3ഉം കൂടി ഇൻറ്റു ചെയ്യുക. ഇത് 3ഉം കൂടെ ഇൻറ്റു ചെയ്യുക 4 12. എന്നിട്ട് ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതുക. എന്നിട്ട് കൂട്ടുക 1024. ഇനി 40ൻ്റെ സ്ക്വയർ 1600 ഇനി 42ൻ്റെ സ്ക്വയർ എഴുതുക. 2ൻ്റെ സ്ക്വയർ എത്ര ആദ്യം 2ൻ്റെ സ്ക്വയർ എഴുതുക 4. പിന്നെ 4ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ 4ൻ്റെ സ്ക്വയർ എഴുതുക 16. അപ്പോൾ ഇവിടെ 40ൻ്റെ സ്ക്വയർ 4 അക്കം വരുന്നുണ്ട്. അപ്പോൾ 42ൻ്റെ 4 അക്കം വരും. അതുകൊണ്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടി ഇൻറ്റു ചെയ്യുക 2 2 4 അതായത് 16. ഒറ്റയുടെ സ്ഥാനം വിട്ടിട്ട് എഴുതിയിട്ട് വെറുതെ കൂട്ടിയാൽ മതി 1764 വരും. സ്ക്വയർ കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്നത് അല്ലാതുള്ളത്.